ONGCയുടെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ഇറങ്ങിയിട്ടുണ്ട്. അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പോസ്റ്റിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ഇറക്കിയേക്കുന്നത്. അപ്പോൾ നല്ലൊരു ബേസിക് പേ സ്കെയിലുള്ള ഒരു പോസ്റ്റാണ്. 25 ലക്ഷമാണ് കോസ്റ്റ് കമ്പനി അവർ പറഞ്ഞ സ്കെയിൽ. അപ്പോൾ ഇതിലിപ്പോൾ ഇലക്ട്രിക്കലിൻ്റെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ കേസിൽ 10 വേക്കൻസിയാണ് അവർ റിപ്പോർട്ട് ചെയ്തേക്കുന്നത്. അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ 10 വേക്കൻസി, 5 അൺറിസർവ്ഡ്, 2 OBC, 1 SC, 2 ST എന്നുള്ള രീതിയിൽ ടോട്ടൽ 10 വേക്കൻസിയാണ് അവരോട് റിപ്പോർട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇലക്ട്രിക്കലുകാരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. നല്ലൊരു സാലറി പാക്കേജാണ്. 26 വയസ്സാണ് ഏജ് ലിമിറ്റ് ഉള്ളത്. അപ്പോൾ എല്ലാവർക്കും ഒന്നും അപ്ലൈ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് അവിടെ കുറവായിരിക്കും. പിന്നെ SC ST കാൻഡിഡേറ്റ്സിന് 3-5 വർഷം സ്വാഭാവികമായിട്ട് ഏജ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് 85 മാർക്ക് CBT, 85 മാർക്കിൻ്റെ എക്സാമും അതിന് 15 മാർക്കിൻ്റെ ഇൻ്റർവ്യൂ കൂടി ടോട്ടൽ 100ലാണ് നിങ്ങളുടെ മാർക്ക് ഇടുന്നുണ്ടാവുക. അപ്പോൾ അതിൻ്റെ 1:5 റേഷ്യോയിൽ അവർ ഇൻ്റർവ്യൂവിന് വേണ്ടി സെലക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗേറ്റിൻ്റെ സിലബസ് വെച്ചിട്ട് തന്നെയാണ് അവർ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഗേറ്റിന് പഠിക്കുന്നവർക്കാണെങ്കിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. അത് കൂടാണ്ട് ഇതിൽ CBT 85 മാർക്ക് എന്ന് പറഞ്ഞാൽ 40 മാർക്കാണ് കൺസേൺ ഡൊമൈൻ, അതായത് ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, പെട്രോളിയം ഒക്കെ. അതായത് ഇലക്ട്രിക്കൽ ആണെങ്കിൽ ഇലക്ട്രിക്കലിൻ്റെ 40 മാർക്ക്, 10 മാർക്ക് ജനറൽ അവയർനെസ്, 25 മാർക്ക് ആപ്റ്റിറ്റ്യൂഡ്, 10 മാർക്ക് ഇംഗ്ലീഷ്. അങ്ങനെയാണ് 85 മാർക്ക് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ എക്സാം സെൻറ്റർ വന്നിട്ടുള്ളത് കേരളത്തിൽ എറണാകുളത്ത് എക്സാം സെൻറ്റർ ഉണ്ട്. ആപ്ലിക്കേഷൻ ഫീ വന്നേക്കുന്നത് ജനറൽ EWS OBC കാൻഡിഡേറ്റ്സിന് 1000 രൂപയും, SC ST PWBD കാൻഡിഡേറ്റ്സിൻ്റെ ചാർജസ് ഒന്നുമില്ല. 10-ാം തീയതി തൊട്ട് നിങ്ങൾക്ക് അപ്ലൈ വേണ്ടി പറ്റുന്നുണ്ടാവും. ലാസ്റ്റ് ഡേറ്റ് വന്നിട്ടുള്ളത് ജനുവരി 24-ാം തീയതി വരെയാണ്. അതേപോലെ എക്സാം ഡേറ്റ് വന്നിട്ടുള്ളത് ഫെബ്രുവരി 23 ഓക്കെ. അപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്ലൈ വേണ്ടി പറ്റുന്നവരൊക്കെ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.